നനച്ചു നടുങ്ങേണ്ട, ദുഃഖവേളകൾ വരുമെന്ന് കലങ്ങേണ്ട. നാളെ നനച്ചു നടുങ്ങേണ്ട, ദുഃഖവേളകൾ വരുമെന്നു കലങ്ങേണ്ട. കാലമെല്ലാമുള്ള മനുവേലൻ കരുതാതെ കൈവിടുമോ? മനമേ ചഞ്ചലമെന്തിനാ, കരുതാൻ വല്ലഭനില്ലയോ ജയവീരനാ. മനമേ ചഞ്ചലമെന്തിനാ. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തെ എന്നെ ശ്രവിക്കുന്ന ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ പ്രഭാത വചന ചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 6-ാം അധ്യായം 15-ാം വാക്യം. അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. ഇവിടെ നാം അബ്രഹാമിനെ പറ്റിയാണ് കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ വിളിക്കുന്നു. വിളിച്ചതിന് ശേഷം അബ്രഹാമിനോട് ദൈവം പറയുന്നു, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽത്തരയിലെ മണൽത്തടി പോലെയും തനിക്ക് സന്താനങ്ങളെ നൽകും എന്ന് തനിക്ക് വാഗ്ദത്തം നൽകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എന്നാൽ നീണ്ട 25 വർഷക്കാലം താൻ ഈ വാഗ്ദത്ത നിവൃത്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എബ്രായർ 6:14 നമ്മൾ വായിക്കുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് യഹോവ അരുളി ചെയ്തു. എന്ന 15-ാം വാക്യത്തിൽ വായിക്കുന്നു, അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. നമ്മൾ ദൈവത്തിൽ പല വിശുദ്ധന്മാരെ, പല പൂർവ്വപിതാക്കന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. അവരുടെ ജീവിതത്തിലെ ദൈവീയ വാഗ്ദത്തങ്ങൾ നിറവേറുന്നതിന് ദൈവം അവരെ ഉപയോഗിക്കുന്ന നീണ്ട ഒരു കാലയളവ് അവർ കാത്തിരിക്കേണ്ടതായിട്ട്, അല്ലെങ്കിൽ അവരെ മറ്റനുഭവങ്ങളിലൂടെ ദൈവം നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. മോശ 40 വർഷം മരുഭൂമിയിലെ ആടുകളുമായിട്ട് ആയിരുന്നു. അതുപോലെ യാക്കോബ് 20 വർഷക്കാലം ലാബാൻ്റെ ഭവനത്തിലായിരുന്നു. യോസേപ്പ് നീണ്ട 13 വർഷക്കാലം പൊട്ടക്കിണർ മുതൽ കാരാഗ്രഹം വരെയുള്ള അനുഭവങ്ങൾ തൻ്റെ ജീവിതത്തിലുണ്ടായി. ഇതിനൊക്കെ ശേഷമാണ് ദൈവം തൻ്റെ വാഗ്ദത്തം അവരുടെ ജീവിതത്തിൽ നിറവേറ്റുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ വചനം കേൾക്കുന്ന പ്രിയ ദൈവപൈതലേ, നിന്റെ ജീവിതത്തിലും ദൈവിക വാഗ്ദത്തം ഇതുവരെയും സാധിച്ചിട്ടില്ലെങ്കിൽ, നടന്നിട്ടില്ലെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ നിന്റെ വാഗ്ദത്തം നിവൃത്തിക്കായിട്ട് ഒരു കാലയളവ് നീ പിന്നിട്ട് കഴിഞ്ഞെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം അത് അതിൻ്റെ സമയത്ത് തന്നെ നിറവേറും. വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ നമ്മൾ വായിച്ചതുപോലെ അബ്രഹാമിനെ പോലെ ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്തം പ്രാപിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവം നമ്മൾ വായിക്കുന്നു, യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ വായിക്കുന്നു, മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. പലപ്പോഴും നമ്മുടെ കോപം, നമ്മുടെ ക്ഷമയില്ലായ്മ, നമ്മുടെ പെട്ടെന്നുള്ള ധൃതി പിടിച്ചുള്ള പെരുമാറ്റവും സ്വഭാവവും സംസാരവും ഒക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് തടസ്സമായി നിൽക്കുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്ത് ദൈവകാര്യങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കപ്പെടുന്നുവെങ്കിൽ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിപ്പാൻ മതിയായവനാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങളെപ്പറ്റി നമ്മൾ കാണുമ്പോൾ അവിടെയും ക്ഷമ ആത്മാവിൻ്റെ ഒരു ഫലമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെ പറയുന്നു, പറവാൻ താമസവും കേൾക്കാൻ വേഗതയും നമുക്കുണ്ടാകട്ടെ. കേൾക്കുന്ന കാര്യങ്ങൾ അതൊന്ന് വിചിന്തനം ചെയ്ത് അതിൻ്റെ നന്മതിന്മകളെ തിരിച്ചറിഞ്ഞ് ആവശ്യമായ കാര്യങ്ങൾ പ്രതികരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ നേടുവാൻ നമുക്ക് ഇടയായിത്തീരും. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയുണ്ടായി, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്കൂടി പ്രാർത്ഥിപ്പീൻ. കർത്താവ് തൻ്റെ ജീവിതത്തിലും തന്നെ പിടിക്കുവാൻ, തന്നെ ക്രൂശിക്കുവാൻ വന്നവരോട് ഇതേ സാഹചര്യത്തിൽ പെരുമാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പിതാവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണേ. ഒരിക്കലും അവരോട് എതിർക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. അവിടെ കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അങ്ങനെ കർത്താവ് പഠിപ്പിച്ച ആ സാഹചര്യം പോലെ നമ്മുടെ ജീവിതത്തെ ക്ഷമിപ്പാനും മറക്കുവാനും പൊറുക്കുവാനും സഹിപ്പാനും മറ്റുള്ളവരോട് പ്രാർത്ഥിപ്പാനും നാം തയ്യാറാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളും മാറ്റി, എല്ലാ പ്രയാസങ്ങളും മാറ്റി നമ്മളെ ഒരു നല്ല അന്ത്യത്തിലേക്ക് എത്തിക്കുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. ആ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. വചനം കേൾക്കുന്ന നിന്റെ ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അബ്രഹാമിനെ പോലെ ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്തം പ്രാപിപ്പാൻ നിന്റെ ജനത്തെ അനുഗ്രഹിച്ചാട്ട്, കൃപയ്ക്കുള്ളിൽ മറച്ചാട്ട്. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.